ദെൻ പേജ് നമ്പർ 156 ചില ചോദ്യങ്ങളാണ്. മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധം ലെറ്റർ മൾട്ടിപ്ലിക്കേഷനാണ്. നോക്കാം എങ്ങനെയാണെന്ന്. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഇറ്റ്? എത്ര സ്ക്വയർ ഇവിടെ ഉണ്ടെന്ന് നോക്കുക. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഇറ്റ്? ഓരോ സ്ക്വയർ നിർമ്മിക്കാൻ നമ്മൾ എത്ര മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചു? ദെൻ ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് 5 സ്ക്വയേഴ്സ് ലൈക്ക് ദിസ്? ഇങ്ങനെ നമ്മൾ നിർമ്മിച്ചു പോകുമ്പോൾ 5 സ്ക്വയറുകൾ നിർമ്മിക്കാൻ നമുക്ക് എത്ര മാച്ച് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്? ദെൻ ഇൻ വാട്ട് ഡിഫറെൻറ്റ് വേസ് ക്യാൻ വി സ്റ്റേറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് മാച്ചസ്? നമ്മളിതിൻ്റെ റിലേഷൻ പറയുന്നത് സ്ക്വയേഴ്സിൻ്റെ എണ്ണവും മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ നമുക്കിവിടെ നിന്ന് തന്നെ ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്ക്വയർ, ഒന്നാമത്തെ സ്ക്വയറിൽ ഞാനിവിടെ വേണമെന്ന് എഴുതുകയും കൂടി ചെയ്യാം. ഒന്നാമത്തെ സ്ക്വയറിൽ എത്ര മാച്ച് സ്റ്റിക്ക് ഉണ്ട്? 1 2 3 4 ആണല്ലോ. മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം 4 ആണ്. ദെൻ 2 എണ്ണം വന്നപ്പോൾ മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം എത്രയായി? 2 സ്ക്വയേഴ്സ് വന്നപ്പോൾ മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം 8 ആയി. 1 2 3 സ്ക്വയേഴ്സ് വന്നപ്പോൾ മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം എത്രയായി? 12 ആയി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്തോ ഒരു കാര്യം മനസ്സിലായി. 1 എങ്ങനെ 4 ആയി? 1 4s are 4. 2 എങ്ങനെ 8 ആയി? 2 4s are 8. 3 എങ്ങനെ 12 ആയി? 3 4s are 12. പിന്നെ എത്ര കോളങ്ങൾ വന്നാലും ദാറ്റ് നമ്പർ ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ആൻസറായി. അപ്പോൾ ഇവിടെ അവർ ചോദിച്ചിട്ട് ചോദ്യം എന്താണ്? ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ആർ നീഡഡ് ടു മേക്ക് 5 സ്ക്വയേഴ്സ് ലൈക്ക് ദിസ്? ഇതുപോലുള്ള 5 എണ്ണം വന്നാൽ എന്ത് ചെയ്താൽ മതി? 5 × 4 20 എഴുതിയാൽ പോരെ? ഓക്കെ, ഞാനിത് നന്നായിട്ടൊന്ന് എഴുതാമേ. ഒരു സ്ക്വയർ വരുമ്പം നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് 4 ആണ്. 2 സ്ക്വയർ വരുമ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് 4 4 8 ആയി. 3 സ്ക്വയർ വരുമ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് 12 ആയി. 4 സ്ക്വയർ വരുമ്പോൾ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് എത്രയായി? 16 ആയി. 5 എണ്ണം വരുമ്പോൾ 20 ആയി. അപ്പോൾ ഇൻ ജനറലായിട്ട് നമ്പർ ഓഫ് സ്ക്വയേഴ്സിനെ നമ്മൾ ഏതക്ഷരം ഉപയോഗിക്കാം? സ്ക്വയേഴ്സിൻ്റെ എണ്ണത്തിന് എസ് എന്ന് വിളിക്കാം. മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം അപ്പോൾ എത്ര വേണം? മാച്ച് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഈ നമ്പറിനെ ഇൻറ്റു 4 ചെയ്യുന്നതല്ലേ? മാച്ച് സ്റ്റിക്ക് ഈസ് ഈക്വൽ ടു 4 × എസ് എന്ന് എഴുതാലോ. കറക്റ്റ് അല്ലേ? മാച്ച് സ്റ്റിക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 × നമ്പർ ഓഫ് സൈഡ് സ്ക്വയർ. എത്ര സ്ക്വയർ ഉണ്ടോ അത്രയും സ്ക്വയേഴ്സിൻ്റെ സൈഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ. എം ഈസ് ഈക്വൽ ടു 4 × എസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ 20 കിട്ടുന്നത് എങ്ങനെ? 20 എന്ന് പറഞ്ഞാൽ 4 × 5 അല്ലേ? 16 എന്ന് പറഞ്ഞാൽ 4 × 4 ആണ്. 12 എന്ന് വെച്ചാൽ 4 × 3 ആണ്. 8 എന്ന് വെച്ചാൽ 4 × 2 ആണ്. അതേ ഐഡിയ ഇവിടെ ഉപയോഗിച്ചു. 4 × ഇവിടെയുള്ള എത്ര സൈഡാണ്? ഇപ്പോൾ 100 ആണെങ്കിൽ 4 × 100 400 മാച്ച് സ്റ്റിക്ക് വേണം. അത് ഫുള്ളായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. All children in the school bought pens from the cooperative store at 5 rupees each. Write in the table how much the children of various classes paid. കുട്ടികളെല്ലാവരും തന്നെ സ്റ്റോറിൽ നിന്നാണ് പെന്ന് വാങ്ങേണ്ടത്. ഒരു പെന്നിന് 5 രൂപ വെച്ച് ഓരോ ക്ലാസ്സുകാരും എല്ലാ കുട്ടികളും വാങ്ങണം കേട്ടോ. ഒരാൾ പോലും ഒഴിവാൻ പാടില്ല. എല്ലാ കുട്ടികളും 5 രൂപയുടെ പേന വാങ്ങുകയാണെങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ട് 6A കൊടുക്കണം, 6B എത്ര കൊടുക്കണം, 6C എത്ര കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 34 × 5 32 × 5 36 × 5 ചെയ്താൽ പോരെ? അത്രേ ഉള്ളൂ. അപ്പം എന്താണ് ബാക്കി ക്വസ്റ്റ്യൻ? ഇൻ വാട്ട് ഓൾ വേസ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ദ എമൗണ്ട് ദേ പെയ്ഡ്? റൈറ്റ് ദം യൂസിങ് ലെറ്റേഴ്സ്. ഇത് ഏതെല്ലാം രീതിയിൽ നമുക്ക് എഴുതാം. അതിന് നമുക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ ടീച്ചർ ടേബിൾ ഇതിൽ തന്നെ വരച്ച് പൂർത്തിയാക്കാമേ. എന്ത് ചെയ്താൽ മതി? ആ റേയിൽ 34 കുട്ടികളുണ്ട്. അവർ ഓരോ കുട്ടികൾ 5 രൂപ വെച്ച് പേന വാങ്ങുമ്പോൾ ആ ടോട്ടൽ എത്ര പേ ചെയ്യണം? 34 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 170. 6Bയിൽ 32 കുട്ടികളാണുള്ള. 5 രൂപ വെച്ച് എത്ര കൊടുക്കണം? 32 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 160.
ദെൻ RCയിൽ 36 കുട്ടികളുണ്ട്. സോ 36 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 റുപ്പീസ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ എഴുതാമെന്നും ജനറലായിട്ട് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാമെന്നും നോക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ 34 ആണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു? 34 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 170. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രനെ ഞാൻ എന്ത് വിളിച്ചു? n എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. ഇനി അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? n × 5 അതായിരിക്കുമല്ലോ ടോട്ടൽ. n × 5നെ നമുക്ക് 5n എന്ന് വിളിക്കുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. ടോട്ടൽ ഈസ് ഈക്വൽ ടു അതായത് ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്നും 5ഉം കൂടിയാണല്ലോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെറ്റേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. n5 എന്ന് പറയുന്നതിനേക്കാളും വൃത്തി 5n എന്ന് പറയുന്നതാണ് കേട്ടോ. ഇത് തെറ്റൊന്നുമല്ല, പക്ഷേ എന്നാലും നമുക്കൊരു ഭംഗി എന്താണ്, എപ്പോഴും സംഖ്യകൾ ആദ്യം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു 10 × x എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതിയാൽ മതി? 10x എന്ന് എഴുതിയാൽ മതി. 10x എന്ന് വെച്ചാൽ അർത്ഥം 10ഉം xും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 5 cm? ഒരു സ്ക്വയറിൻ്റെ വശങ്ങൾ 5 cm. സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാ വശവും തുല്യമായ ഒരു ചതുരം. അതിൻ്റെ ഒരു വശം 5 എന്നാണെങ്കിൽ എല്ലാ വശവും 5 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എത്ര? 5 + 5 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 5 ചെയ്താലും മതി അല്ലേ. ദെൻ വാട്ട് അബൌട്ട് ദി സ്ക്വയർ ഓഫ് പെരിമീറ്റർ 6 cm? 6 cm ഉള്ള സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. 6 × 4 ചെയ്താൽ പോരെ. ഇൻ വാട്ട് ഓൾ വേയ്സ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ആൻഡ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ? റൈറ്റ് ഓൾ ദീസ് യൂസിങ് ലെറ്റേഴ്സ്. പല രീതിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുകളിൽ പല രീതി പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നല്ലേ. ഇതിൽ വൃത്തിയായിട്ട് പറയാം, അപ്പം നിങ്ങൾക്ക് മുകളിലത്തെ കൂടെ ഓക്കെ ആയിക്കോളും. പല രീതിയിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട്, പറയാം. ക്വസ്റ്റ്യൻ അനുസരിച്ച് ഫസ്റ്റ് സ്ക്വയറിൻ്റെ വൺ സൈഡ് 5 ആണ്. അപ്പം 5 ആണെങ്കിൽ ഇതും 5, ഇതും 5, ഇതും 5. പെരിമീറ്റർ എന്ന് വെച്ചാൽ 5, 5, 10, 5, 15, 5, 20 ആഡ് ചെയ്താൽ മതിയല്ലോ. അതിനുള്ള എളുപ്പമാർഗ്ഗം എന്താ? നമ്പർ ഓഫ് സൈഡ് കൊണ്ട് ഈ സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 5 ദാറ്റ് ഈസ് ഓൾസോ 20. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 4 × നമ്പർ ഓഫ് സൈഡ്സ് ആട്ടോ. 4 × ലെങ്ത് ഓഫ് ദ സൈഡ്. ഇനി ഇത് 6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുന്നത്? 4 × 6 ആയ 24 ആണ് ടോട്ടൽ. ഇതൊരു 7 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 7 7 14 14 14 28. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 28. ഭാഗമൊത്തത്തിൽ നമുക്ക് സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. 4 × ലെങ്ത് ഓഫ് ദ സൈഡാണ്. അപ്പം ജനറലായിട്ട് ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം A തന്നെയല്ലേ. 4 പ്രാവശ്യം A ആഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്താൽ മതി? 4 × A. ടീച്ചർ പറഞ്ഞു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇൻറ്റു മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 4A എന്ന് എഴുതിയാൽ 4 × A എന്നാണ് അർത്ഥം കേട്ടോ. പെരിമീറ്ററിനെ P എന്ന് വിളിച്ചാൽ P = 4A. P = 4A എന്നാണ് എന്ത്? പെരിമീറ്റർ ഓഫ് എ സ്ക്വയറിൻ്റെ ജനറൽ ഫോം. ഇനി ഉദാഹരണത്തിന് ഇതെല്ലാം മറന്നിട്ട് ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എങ്ങനെ? ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുന്നത് 20 ആണ്. അതായത് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് 20 ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് സൈഡ്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4 എണ്ണം കൂട്ടുമ്പോഴാണല്ലോ 20 കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും നമുക്ക് എന്താ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മളുടെ യഥാർത്ഥത്തിലെ ചോദ്യം എങ്ങനെയായിരുന്നു? എല്ലാ സൈഡും A ആണെങ്കിൽ എന്താണ്? നമുക്ക് പെരിമീറ്റർ 4A ആണ്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ അറിയാം, പക്ഷേ സൈഡ്സ് അറിയില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? 4Aനെ A കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ Aയും A കട്ടായിപ്പോയി. ആൻസർ ഈസ് എന്ത് വരും? പെരിമീറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 4 കട്ടായ ആൻസർ എന്ത് വരും? A വരും. നമ്പർ ഓഫ് ലെങ്ത് ഓഫ് ദ സൈഡ് A എന്ന് വരും. ഓക്കെ, അപ്പോൾ റിലേഷൻ ഒന്നുകൂടെ എഴുതാം. P = 4 × A അല്ലേ. ഇനി A കണ്ടുപിടിക്കണമെങ്കിലോ Pനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയോ? ക്ലിയർ അല്ലേ?
Fourth question, how much money does 5 10 rupee notes make? What about 7 10 rupee notes? In what all ways can we say the number of 10 rupee note and the total amount? Using T to denote the number of 10 rupee notes and A to denote the total amount, in what all ways can we write this relation? 5 രൂപയുടെ എത്ര നോട്ടുകൾ ചേർന്നാൽ 5 10 rupee നോട്ട് ഉപയോഗിച്ച് എത്ര രൂപ നമുക്ക് ഉണ്ടാക്കാം? അതുപോലെ 7 10 rupee നോട്ട് ചേർന്നാൽ എത്ര രൂപയാകും? In what all ways can we say the number of 10 rupee notes and total number of amount? 10 രൂപ നോട്ടുകളും അതിൻ്റെ ടോട്ടൽ എണ്ണവും വിവിധ രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? നമ്പർ ഓഫ് നോട്ട്സിനെ ടി എന്നും ടോട്ടലിനെ എ എന്നും വിളിച്ചാൽ അതിനെ നമുക്ക് ആൽജിബ്രൈക് ഫോമിൽ ജനറൽ ഫോമിൽ എങ്ങനെ എഴുതാം നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് 5 രൂപയുടെ 10 നോട്ട്. 5 രൂപയുടെ 10 നോട്ട് 10 രൂപ നോട്ട് 5 എണ്ണം ഉണ്ട്. 10 രൂപ, ഇത് 10 രൂപ, 10 രൂപ, 10 രൂപ, 10 രൂപ. ടോട്ടൽ എത്രയായി? 10 10 20 10 30 10 40 10 50 രൂപയായി. 7 എണ്ണം ആണെങ്കിലോ 50ൻ്റെ കൂടെ ഒരു 20 കൂടെ ചേർത്താൽ 70 ആവും. അപ്പോൾ ഇതിനുള്ള എളുപ്പമാർഗ്ഗം എന്ത് ചെയ്താൽ മതി? ഈ അത്രയും പ്രാവശ്യം 10 കൂട്ടുന്നതിന് എന്ത് ചെയ്താൽ മതി? 5 × 10 ചെയ്താൽ എത്രയാവും? 50 രൂപയായി. സോ 7 10 രൂപ നോട്ടുണ്ടെങ്കിലോ 7 × 10 70 ആയി. ഒരു 10 രൂപ നോട്ടുണ്ടെങ്കിലോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 rupees ആയി. അപ്പോൾ ഇതിൽ നിന്നും അവർ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ്, എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്, എല്ലാം 10 രൂപയാണ് എന്ന് പറയാമെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര 10 രൂപ നോട്ടുണ്ടെന്ന് ചോദിക്കുക. നമ്മൾ 50നെ എന്ത് ചെയ്താൽ മതി? 50 / 5 എന്ന് ചെയ്താൽ മതിയോ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും നടക്കുന്നുണ്ട്. ഈ ജനറൽ ഫോമിൽ നമ്പർ ഓഫ് നോട്ട്സിനെ അവർ ടി എന്ന് വിളിച്ചു. ടി × 10 ഈസ് ഈക്വൽ ടു ടോട്ടലിനെ നമ്മൾ എ എന്ന് വിളിച്ചു. അപ്പോൾ ടി × 10 = A. ഇത് വൃത്തിയായിട്ട് എഴുതുന്ന എങ്ങനെ? ടീച്ചർ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വരുമ്പോൾ ഈ ഇൻറ്റു മാർക്ക് വേണ്ട, സംഖ്യ ആദ്യം എഴുതുന്നതായിരിക്കും വൃത്തി. സോ 10T = A. അതാണ് എന്ത്? നമ്പർ ഓഫ് നോട്ട്സും ടോട്ടലും തമ്മിലുള്ള ബന്ധം. ഓക്കെ, ക്ലിയർ അല്ലേ? ഉദാഹരണമായിട്ട് നമ്പർ ഓഫ് നോട്ട്സ് നിങ്ങളുടെ 2 എണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ 10 × എന്ത് ചെയ്താൽ മതി? 10 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 കിട്ടും. നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് 7 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 7 എന്ന് കൊടുത്താൽ മതി. 70 rupees വരും. ഓക്കെ, ദാറ്റ്സ് ഓൾ.